അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പേരെന്താണ്? സ്റ്റഡി ഓഫ് കോമ്പൗണ്ടിനകത്തെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് മോളിക്കുലർ ഫോർമുല HNO3 ആണ്. അതിന്റെ മോളിക്കുലർ മാസ് 63 ആണ്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫോർമുല HON ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O ആണ്. അതിന്റെ വാലൻസി 5 ആണ്. അതിന്റെ വാലൻസി 5 ആകാൻ കാരണം എന്താ? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്, 2 5 ആണ്. കണ്ടോ? അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇൻ ഫ്രീ സ്റ്റേറ്റ്, ഒരു ഡോട്ട് എഴുതാം. ഇൻ ഫ്രീ സ്റ്റേറ്റ് nitric acid is found in rain water where it occurs in traces after lightning. അടുത്തത് in combined state it is found in the form of metallic nitrates such as child saltpeter, അതായത് NaNO3. അതേപോലെ തന്നെ KNO3. പണ്ട് ഇതിനെ എങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോഴല്ലേ കാൽസ്യം നൈട്രേറ്റ്, അല്ലെ സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് എന്നൊക്കെ പറയുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ അതിന് വേറെ പേരില്ല, ചൈൽഡ് സോൾട്ട്പെറ്ററും അതുപോലെ നൈട്രും ഒക്കെ എന്നൊക്കെ പറഞ്ഞായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ആണല്ലോ. ഓർ കാൽസ്യം നൈട്രേറ്റ് CaNO3. അടുത്തതായിട്ട് ഫോർമേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ നൈട്രിക് ആസിഡ് ഉണ്ടാകും? ഒന്നുമില്ല, ലൈറ്റ്നിങ് സമയത്ത്, അതായത് ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ എന്തായിട്ട് മാറുന്നു? റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം നൈട്രിക് ഓക്സൈഡ്. എന്നിട്ട് പിന്നെ ആ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകും. എന്നിട്ട് ഈ നൈട്രജൻ ഡയോക്സൈഡ് മഴയുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? നൈട്രിക് ആസിഡായിട്ട് തിരിച്ചു വരുന്നു. അതായത് 3 സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചോണം. ഒന്ന്, ലൈറ്റ്നിങ്ങിനകത്ത് എന്തുണ്ട്? ലൈറ്റ്നിങ്ങിനകത്ത് നൈട്രജൻ ഉണ്ട്. ലൈറ്റ്നിങ് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന നൈട്രജൻ അത് എന്താക്കി മാറ്റുന്നു? നൈട്രിക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ആ നൈട്രിക് ഓക്സൈഡിന് വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറ്റുന്നു. എന്നിട്ട് ആ നൈട്രജൻ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറോ റെയിനോ ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? HNO3 ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓക്കെ, ആസിഡ് റെയിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതാ, മനസ്സിലായോ? ഓക്കെ, നോക്കിക്കോളൂ. ഡ്യൂറിങ് ലൈറ്റ്നിങ് ഡിസ്ചാർജ്
അപ്പോൾ നോക്കി എഴുതിക്കോ. ഡ്യൂറിങ് ലൈറ്റ്നിങ് ഡിസ്ചാർജ് during lightning discharge the nitrogen present ഒരു അര പേജ് വിട്ടിട്ട് ഈ ഫോർമേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഇൻ അറ്റ്മോസ്ഫിയർ എഴുതിക്കോ അഭിനയ്. ശരി സാർ. Okay, during lightning discharge nitrogen present in atmosphere reacts with oxygen to form nitric oxide N2 plus O2 gives NO. അതായത് 3000 ഡിഗ്രി റിവേഴ്സിബിൾ ആണ്, 3000 ഡിഗ്രി സെൽഷ്യസ്. ലൈറ്റ്നിങ്ങിന് അത്രയും ചൂടുണ്ട്, മനസ്സിലായോ? അപ്പം 2NO നൈട്രിക് ഓക്സൈഡ്. ഇനി അടുത്തത് വീണ്ടും നൈട്രിക് ഓക്സൈഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാൻ പോവാ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നൈട്രിക് ഓക്സൈഡ് is further oxidized to nitrogen dioxide. അതായത് NO-നെ വീണ്ടും O2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാവും? NO2 ഉണ്ടാവുന്നു. ബാലൻസ് ചെയ്യണം. ഇത് റിവേഴ്സിബിൾ ആണ്, എല്ലാം റിവേഴ്സിബിൾ. അടുത്ത സ്റ്റെപ്പില് ഈ നൈട്രജൻ ഡയോക്സൈഡ് NO2 dissolves. ഹലോ, okay, എഴുതിക്കോ. NO2 dissolves in atmospheric moisture or rainwater in the presence of oxygen of the air and forms nitric acid in the free state. അതായത് NO2 വാട്ടറുമായിട്ട് ചേർന്ന് വീണ്ടും ഓക്സിഡേഷൻ വിധേയമായിട്ട് HNO3 ഉണ്ടാകുന്നു.
ഒരു ഡോട്ട് എഴുതാം. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ നമ്മൾ യൂസ്ഫുൾ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേര് നൈട്രജൻ ഫിക്സേഷൻ അല്ലെങ്കിൽ ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഇപ്പം അറ്റ്മോസ്ഫിയറിക് എന്താണ് നൈട്രജനെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെന്താണ് വേണ്ടി ഇപ്പം സോയിലിനും അല്ലെങ്കിൽ പ്ലാന്റ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള സംഭവമാണ് നൈട്രജൻ. അപ്പൊ അതിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം, ശരിക്കും നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസ് ശരിക്കും നൈട്രജനെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് നൈട്രോജൻ യൂസ്ഫുൾ ഫോമിലാക്കി മാറ്റും. മനസ്സിലായി? അതിനെ ഫിക്സേഷൻ ഓഫ് നൈട്രജൻ എന്നൊക്കെയാണ് പറയാം. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിക്കോ. ദ കൺവേർഷൻ ഓഫ് ഫ്രീ atmospheric nitrogen into useful nitrogenous compounds in the soil is known as fixation of atmospheric nitrogen. Atmospheric nitrogen. ഓക്കെ, ഇനി ഈ ആസിഡിന് നൈട്രിക് ആസിഡിന് വേറൊരു പേരുണ്ടായിരുന്നു നേരത്തെ, അതിനെ അക്വാ ഫോർട്ടിസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതൊന്ന് നോക്കി വെച്ചോണം. The acid was formerly known as aqua fortis. അടുത്തത് laboratory preparation of nitric acid. Laboratory preparation of nitric acid. ഓക്കെ, അപ്പം നമ്മൾ ലാബിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നാച്ചുറലായിട്ട് ഇപ്പം എങ്ങനെയാണ് നൈട്രിക് ആസിഡ് ഉണ്ടായത്? അറ്റ്മോസ്ഫിയറിക് ഒരു ഫിനോമിനോൺ ലൈറ്റ്നിങ് മൂലം അങ്ങനെയാണ് ഉണ്ടായത്. ലാബിൽ എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ആരാണ് ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും ചിന്തിക്കുമോ? ഇവിടെ നോക്കിയോ. അപ്പൊ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതിക്കോ. റിയാക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും it is obtained by distilling concentrated sulfuric acid H2SO4 with potassium nitrate KNO3 or NaNO3. ഡിസ്റ്റിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ KNO3 ഈ H2 കോൺസെൻട്രേറ്റ് H2SO4 തിളപ്പിക്കുക, അതാണ് ഡിസ്റ്റിൽ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? അതിന്റെ റിയാക്ഷൻ, അതിന്റെ പ്രൊസീജിയർ വേണ്ടല്ലോ. റിയാക്ഷൻ നോക്കിയോ. പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നോക്കിയോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈക്വൽ പാർട്ട് എന്തെടുക്കുക, H2SO4 എടുക്കുന്നു, അല്ലെങ്കിൽ ഈ KNO3 അല്ലെങ്കിൽ NaNO3 എടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു നിങ്ങൾ ആ പടം കണ്ടു കാണും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. അതിനെ നമ്മളൊരു ഒരു 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 ഫ്ലാസ്കിനകത്ത് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 150 to 200 ഡിഗ്രി സെൽഷ്യസ് സൾഫ്യൂരിക് ആസിഡ് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? Sulfuric acid is a non-volatile acid and produce volatile nitric acid on reacting with potassium nitrate. ഒന്നുമില്ല, സൾഫ്യൂരിക് ആസിഡ് വോളറ്റൈൽ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ആവി ആവത്തില്ല. അപ്പൊ അത് നേരെ എന്ത് ചെയ്യും, മറ്റേ KNO3 NaNO3 റിയാക്ട് ചെയ്തിട്ട് അത് എന്തുണ്ടാക്കും? HNO3 ഉണ്ടാക്കും എന്നുള്ളതാണ് അതിന്റെ റിയാക്ഷൻ. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. നമ്മൾ KNO3 എടുക്കുന്നു, എന്നിട്ട് കോൺസെൻട്രേറ്റഡ് H2SO4 എടുക്കുന്നു.
ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അതായത് 200 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, 200 താഴെ. അപ്പൊ എന്തുണ്ടാവും? KHSO4 പ്ലസ് എന്താ HNO3 ഉണ്ടാവും. 200 മുകളിലാണെങ്കിൽ എന്തുണ്ടാവും അറിയോ? 200 മുകളിലാണ് സോ ആസിഡ് റിയാക്ട് വിത്ത് സോൾട്ട് ഗീവ്സ് എന്താ? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഉണ്ടായി, ശരിയല്ലേ? സാറേ ഇത് പോവുകയും വരികയും ചെയ്യുക. ഇവിടുത്തെ പ്രശ്നമല്ല കുഞ്ഞെ, ഇവിടുത്തെ പ്രശ്നമാണ് എന്താണെന്നറിയില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. എവിടെ വരെ എഴുതി മോൻ? ഞാനിപ്പം റിയാക്ഷൻ മറ്റേ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. അപ്പൊ എന്താണ്ട് ഇതാ ഇത്ര എഴുതിയുള്ളൂ. ആ ഫോമിൽ എഴുതിയാൽ മതി. എഴുതാം. അതും ഈ NaNO3 H2SO4 ആയിട്ട് റിയാക്ട് ചെയ്താലും സെയിം ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്, ലെസ് ദാൻ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ എന്താ? KHSO4 പ്ലസ് സോറി NaHSO4 പ്ലസ് NaHSO4 പ്ലസ് ഓക്കെ ആണല്ലോ? യെസ് സർ. ഓക്കെ, ഇനി അതിന്റെ കളക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കളക്ഷൻ ആയിരിക്കും. കളക്ഷൻ vapors of nitric acid are condensed to a light yellow liquid by chilling the receiver with running cold water. running cold water എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പുറത്ത് നൈട്രിക് ആസിഡിന്റെ വേപ്പർ ഉണ്ടാവും, അതിനെ എന്താക്കി മാറ്റും? കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്നത് എങ്ങനെ? അതുണ്ടാകുന്ന ആ ഒരു ഫ്ലാസ്കിന്റെ മണ്ടയ്ക്കോട്ട് കോൾഡ് വാട്ടർ ഇങ്ങനെ ഒഴിച്ചോണ്ടേയിരിക്കും. അപ്പൊ അതെന്തായിട്ട് മാറും? ഇത് കണ്ടൻസ് ചെയ്യും. ഓക്കെ ആണോ? കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചെന്താക്കുക? ലിക്വിഡ് ആക്കുക എന്ന് അർത്ഥം, മനസ്സിലായി? വേപ്പറിന്റെ മണ്ടയ്ക്കോട്ട് എന്താ? വേപ്പറിന്റെ മണ്ടയ്ക്കോട്ട് എക്സ്റ്റേണലി തണുത്ത വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വേപ്പർ എന്തായിട്ട് മാറും? ഒരു യെല്ലോ കളേർഡ് ലിക്വിഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നോട്ട് എന്ന് പറഞ്ഞിരിക്കും. നോട്ടിനകത്ത് എഴുതേണ്ടത് പ്യുവർ ആസിഡ് ഈസ് കളർലെസ്, but the acid obtained in the laboratory is slightly yellow. The yellow color is due to dissolution of reddish brown colored nitrogen dioxide gas in the acid. ഓർത്തോണം, പ്യൂർ ആസിഡ് കളർലെസ് ആണ്. എന്താണ്? ബട്ട് ദ ആസിഡ് ഒബ്റ്റൈൻഡ് ഇൻ ലബോറട്ടറി ഈസ് സ്ലൈറ്റ്ലി യെല്ലോ കളേർഡ് ഈസ് ഡ്യൂ ടു ഡിസൊല്യൂഷൻ ഓഫ് റെഡിഷ് ബ്രൗൺ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് ഇൻ ആസിഡ്. അതായത് അവിടെ നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എവിടെ? ഇതിനകത്താ എന്നത്? ആരാണ് ഇവിടെ ഉണ്ടോ? ആരും വേറെ എവിടോ ഒരു ചിന്തിക്കുക. ആരാണ് ഇവിടെ ഉണ്ടോ? ഓക്കെ, എന്നാ ഞാനിപ്പോ എന്തോ പറയുന്നത് പറഞ്ഞു. കാരണം നൈട്രിക് ആസിഡ് എവിടുന്നുണ്ടായി? നൈട്രിക് ആസിഡ് എവിടെ കൊണ്ട് ലാബോറട്ടറി പ്രിപ്പറേഷൻ അത് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്ന പറഞ്ഞ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായി?
അപ്പോൾ ഓർത്തോണം, ഈ NO2 ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതായത് പ്യുവറായിട്ട് NO2 ഫോം ചെയ്ത് ഇവിടെ ഇങ്ങനെ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്തു നിന്ന് NO2 ഇടയ്ക്ക് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുന്നതുമായിട്ടാണ് പിന്നെ പോയി H ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് HNO3 ആയിട്ട് മാറുന്നത്. മനസ്സിലായി? ഡയറക്റ്റ് NO2 അല്ല ഉണ്ടാകുന്നത്, പക്ഷെ NO2 ഉണ്ട്. അപ്പൊ ആ ഉണ്ടാകുന്ന NO2 പോയിട്ട് മറ്റേ HNO3 ആയിട്ട് മിക്സ് ആവുന്നതുകൊണ്ടാണ് അതിന്റെ കളർ എന്തായിട്ട് മാറുന്നത്, യെല്ലോ ആയിട്ട് മാറുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ ഡയറക്റ്റ് NO2 എവിടെ ആകുന്നു, അതിനകത്ത് NO2 ഇല്ലല്ലോ എന്ന് എന്നോട് ചോദിക്കരുത്. അതിനിടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് NO2 ഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഇനി നോക്കിയോ, ഇനി അത് NO2 അതിനകത്ത് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി HNO3 തെർമൽ ഡീകമ്പോസ് ചെയ്ത് നോക്കിയാൽ അപ്പൊ അവിടെ NO2 ഉണ്ടാവും. HNO3 ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ NO2 O2 H2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് മനസ്സിലാവും അതിനകത്ത് NO2 ഉണ്ടെന്ന്. ആ NO2 ഉണ്ടായി ചേർന്നിട്ടായിരിക്കുമല്ലോ HNO3 ഉണ്ടായത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയോ. അപ്പം this gas is produced due to the thermal decomposition of nitric acid. അതായത് മൊത്തം നൈട്രിക് ആസിഡ് അല്ല, അതിന്റെ കുറച്ച് അതിനിങ്ങനെ HNO3 നമ്മൾ ഡീകമ്പോസ് ചൂടാക്കുന്ന സമയത്ത് H2O ആയിട്ടും NO2 ആയിട്ടും O2 ആയിട്ടും മാറും. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 4. ഓക്കെ, അടുത്തത് ഡോട്ട് ഇട്ട് എഴുതുക. പ്രിക്വേഷൻ എന്നിട്ട് ഡോട്ട് ഇടുക. പ്രിക്വേഷൻ എഴുതിയിട്ട് ഡോട്ട് ഇടുക. All glass apparatus is used because nitric acid vapor attack rubber and cork. അതായത് നമ്മൾ ഫുള്ള് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ റബ്ബർ സ്റ്റോപ്പർ ഒക്കെ ഉപയോഗിച്ചായിരുന്നു പലയിടത്തും, അടച്ചു വെക്കാനൊക്കെ ആയിട്ട്. റബ്ബർ സ്റ്റോപ്പർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് നൈട്രിക് ആസിഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും, അതുകൊണ്ടാണ്. അടുത്ത ഡോട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും റീസൺ ആയിട്ട്. കോൺസെൻട്രേറ്റഡ് HCl ഈസ് നോട്ട് യൂസ്ഡ് in place of concentrated H2SO4 because HCl is volatile and hence nitric acid vapors will carry HCl vapors. എന്തുകൊണ്ടാണ് നമ്മൾ H2SO4 അല്ല ഉപയോഗിച്ചത്, പകരം HCl എന്താ ഉപയോഗിച്ചത്? HCl എന്താണ്? HCl വോളറ്റൈൽ. അതെന്ത് ചെയ്യും? അത് HNO3 വേപ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യും? അത് ഇന്ററാക്ട് ചെയ്യും. അതാണ് അതിന്റെ കാരണം. H2SO4 ആണെങ്കിൽ എന്താ? H2SO4 നോൺ വോളറ്റൈൽ, അപ്പോൾ അത് ആവിയായി പോകത്തില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ കാരണം. ഓർത്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ the temperature of the reaction should not exceed 200 degrees Celsius because sodium sulfate formed at a higher temperature forms hard crust. ഇത് നമ്മൾ എവിടെയോ പഠിച്ചതാണ്, തൊട്ട് മുമ്പിലത്തെ ചാപ്റ്ററിനകത്ത്.
ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ കട്ടിക്ക് ഈ ഗ്ലാസിന്റെ സർഫസിലൊക്കെ ഉണ്ടാവും ഹാർഡ് ക്രസ്റ്റ് which stick to the walls of the retort and is difficult to remove ഓക്കെ ആണോ? ഇതും കൂടെ എഴുതിക്കോ. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ ഹയർ ടെമ്പറേച്ചർ അതിന്റെ ബാക്കിയാണ് എഴുതിക്കോ. അത് ഹയർ ടെമ്പറേച്ചർ എന്ന് എഴുതിയിട്ട് താഴെ ഒന്നെന്ന് എഴുതിയിട്ട് ഹയർ ടെമ്പറേച്ചർ എന്ന് എഴുതിയിട്ട് താഴെ ഒന്നെന്ന് എഴുതിയിട്ട് മേ ഡാമേജ് ഗ്ലാസ് അപ്പാരറ്റസ്. അതേപോലെ തന്നെ രണ്ടാമത്തേത് ഡീകമ്പോസിഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഒക്കെ. മൂന്നാമത്തേത് വേസ്റ്റേജ് ഓഫ് അടുത്ത് എഴുതിക്കോ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ്. ഇത് ലബോറട്ടറി അല്ല, ഇത് മറ്റേ നേരത്തെ നമ്മൾ ലബോറട്ടറി പഠിച്ചു, നാച്ചുറൽ മെത്തേഡ് പഠിച്ചു, അതേപോലെ തന്നെ അതിന്റെ കൊമേഴ്ഷ്യൽ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചു. നമ്മൾ നേരത്തെ കഴിഞ്ഞതിനകത്ത് അമോണിയ എങ്ങനെ പഠിച്ചേ? ഹേബർ പ്രോസസ്സാണ് അല്ലയോ? അതേപോലെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല കേട്ടോ. അതിന്റെ ഡോട്ട് ഒരു ആരോ ഇട്ടിട്ട് ഓസ്വാൾഡ് പ്രോസസ്. ഇതുവേണോ? ഓക്കെ, ഓരോ പ്രോസസ് എഴുതാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നില്ല, അതിന്റെ റിയാക്ഷൻ മാത്രം എഴുതിക്കും. ഒന്നെന്ന് എഴുതിയിട്ട് സ്റ്റെപ്പ് 1 എന്ന് എഴുതി. സ്റ്റെപ്പ് 1 എന്ന് എഴുതിയിട്ട് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് ഡ്രൈ എയറും അമോണിയം കൂടെ 10:1 റേഷ്യോയിൽ എടുക്കും. നമ്മൾ ഹേബർ പ്രോസസ്സിന് എന്തായിരുന്നു? നൈട്രജനും ഓക്സിജനും എന്താ എടുത്തത്? 1:3 റേഷ്യോയിൽ എടുത്തത്. ഇവിടെ ഡ്രൈ എയറും അമോണിയയും എത്ര? 10:1 റേഷ്യോയിൽ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ? അതിനെ ഒരു ഹീറ്റഡ് കാറ്റലിറ്റിക് ചേമ്പറിനകത്തൂടെ പാസ് ചെയ്യണം. ആ ചേമ്പറിനകത്ത് എന്ത് കാണും? പ്ലാറ്റിനം കാറ്റലിസ്റ്റ് കാണും. 800 ഡിഗ്രി സെൽഷ്യസിലുള്ള പ്ലാറ്റിനം കാറ്റലിസ്റ്റിനകത്ത് കാണും. അതുവഴി ഇത് പാസ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഈ അമോണിയ ഓക്സിഡൈസ് ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ? അപ്പം കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയക്കകത്ത് പ്രൊസീജിയർ അതാണ്. പ്രൊസീജിയർ ഞാൻ എഴുതുന്നില്ല, പകരം എന്ത് ചെയ്യുന്നത്? പകരം റിയാക്ഷൻ മാത്രമാണ് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? അത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തന്നെ ഇങ്ങനെ എഴുതുന്നത് അമോണിയ NH3, അടുത്തത് ഓക്സിജൻ, പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ 800 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിട്ട് മാറുന്നു? നൈട്രിക് ഓക്സൈഡ് NO
അതേപോലെ തന്നെ H2O അവിടെ ഹീറ്റ് എക്സോതെർമിക് ആണ് ഹീറ്റ്. ബാലൻസ് ചെയ്യണം, ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല. ഇവിടെ 6H2O വരുന്നു. അതേപോലെ തന്നെ NO2ന്റെ അവിടെ NOയുടെ അവിടെ 4 വരുന്നു, NH3യുടെ അവിടെ 4 വരുന്നു, O2ന്റെ അവിടെ 5 വരുന്നു. ഇതാണ് ഫസ്റ്റ്. എന്നിട്ട് താഴെ this reaction is exothermic. This reaction is exothermic. എന്നിട്ട് ഈ ഹോട്ട് ഗ്യാസ്, ഇതിപ്പോൾ ഹോട്ട് ഗ്യാസ് അല്ലേ ഉണ്ടായിരിക്കുന്നത് നൈട്രിക് ഓക്സൈഡ്. ഈ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യുന്നറിയാമോ? അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് പോകും. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു കൂളിംഗ് ചേമ്പറാണ്, അതിനകത്തോട്ട് കടത്തി വിടും. എന്നിട്ട് എന്ത് ചെയ്യും? അത് then they are mixed with air and passed into another chamber called oxidizing chamber. അപ്പോൾ ഓർത്തോണം, ഇവിടെ എന്താ ഉണ്ടാകുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു കാറ്റലിറ്റിക് ചേമ്പറിനകത്തോട്ട് അമോണിയയും എന്താണ് എയറിനെയും കയറ്റി വിടുന്നു. എയർ 10 പാർട്ടും അമോണിയ 1 പാർട്ടും. ഇത് കാറ്റലിറ്റിക് ചേമ്പർ ആയതുകൊണ്ട് അതിനകത്ത് എന്തുണ്ട്? കാറ്റലിസ്റ്റ് കാണും. 800°C ചൂടാണ്. അതുവഴി കടത്തി വിടുമ്പോൾ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, പ്ലസ് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റഡ് നൈട്രിക് ഓക്സൈഡിനെ അടുത്ത ഒരു ചേമ്പറിനകത്തൂടെ പാസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂളിംഗ് ചേമ്പർ എന്ന് പറയും. എന്നിട്ട് അവിടെ നിന്നുണ്ടായ അതിനെ വീണ്ടും എയറുമായിട്ട് മിക്സ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം? അടുത്തൊരു ചേമ്പറിലായിരിക്കും. അതിനെ നമ്മൾ ഓക്സിഡൈസിങ് ചേമ്പർ എന്ന് പറയും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർത്തോണം. ഇനി സ്റ്റെപ്പ് 2 എന്ന് എഴുതാം. സ്റ്റെപ്പ് 2വിനകത്ത് ഓക്സിഡേഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ് ഇൻ ഓക്സിഡേഷൻ ചേമ്പർ. ഓക്സിഡേഷൻ ചേമ്പറിൽ എന്താ നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ നേരത്തെ ഫോം ചെയ്ത NO വന്നു, അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറും, നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറും. 50°C ഹീറ്റ് ഉണ്ട്. ബാലൻസ് ചെയ്യണം. ഇവിടെ 2 വരും, ഇവിടെ 2 വരും. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് 3 അബ്സോർപ്ഷൻ ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് in water. Absorption of nitrogen dioxide in water. എന്താ ആ മോളിൽ നൈട്രജൻ ഡയോക്സൈഡ് വരെ ഉണ്ടായിരിക്കുക, അതെന്ത് ചെയ്യും? അത് വാട്ടറിനകത്തോട്ട് അബ്സോർബ് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ടുഗദർ വിത്ത് റിമൈനിങ് എയർ ഈസ് പാസ്ഡ് ത്രൂ അബ്സോർപ്ഷൻ ടവർ ഫ്രം ദ ടോപ്പ് ഓഫ് വിച്ച് warm water trickles. The nitrogen dioxide and oxygen present in the air react with water from nitric acid. ഒന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും. അതല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ അതാ എഴുതുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ എഴുതേണ്ടത്, അതിന്റെ താഴോട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. The nitrogen dioxide and oxygen present in air react with water to form nitric acid. NO2 H2മായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്സിജന്റെ പ്രസൻസിൽ HNO3 ഉണ്ടാവും. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 2. ഈ റിയാക്ഷൻ നമ്മൾ ഒത്തിരി അടുത്ത് പഠിച്ചു. എപ്പോഴും ആലോചിക്കണം, ഇതെല്ലാം കേസ് ഈ ഉണ്ടാകുന്നത് അക്വസിലായിരിക്കും. ഇത് അക്വസിലായിരിക്കും. അതിന് താഴെ 2 കാര്യം കൂടി എഴുതുക, ഒരു ഡോട്ട് ഇട്ടിട്ട്. The nitric acid obtained at the bottom of the tower is concentrated above 50%. അടുത്തത് the above acid on further distillation gives
68% nitric acid. അതായത് നേരത്തെ ഉണ്ടായ ആസിഡ് 50% കോൺസെൻട്രേറ്റഡേ ഉള്ളൂ. അതിനെ ഒന്ന് ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ തിളപ്പിക്കുമ്പോൾ എന്താവും, അത് 68% നൈട്രിക് ആസിഡുമായിട്ട് മാറും. ഓക്കെ ആണല്ലോ. ദിസ് ആസിഡ് ഈസ് concentrated nitric acid that we use in laboratory. ക്ലിയർ ആണോ? അതായത് ആ 68% നൈട്രിക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ലാബിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? മിഷേൽ ഓക്കെ ആണോ? മിഷേൽ Okay, sir. ഓക്കെ. സന, അഭിനവ് Okay, sir. Okay, sir. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിനെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. അതായത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ നൈട്രിക് ആസിഡ് എത്ര കോൺസെൻട്രേറ്റഡ് ആണ്? 68%. അതിനെ നമുക്ക് വീണ്ടും 98% വരെ കോൺസെൻട്രേറ്റ് ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നല്ലോണം വീണ്ടും തിളപ്പിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. എഴുതിക്കോ. നൈട്രിക് ആസിഡ് up to 98%. ആ 98% കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡിനെ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്, ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് is obtained by distilling 68% HNO3 over concentrated H2SO4. ഇനി നമുക്ക് 100% വേണമെങ്കിൽ എന്ത് ചെയ്യണം? അത് എഴുതണ്ട. 100% വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 98% നൈട്രിക് ആസിഡിനെ നല്ലതായിട്ട് കൂൾ ചെയ്യണം. കൂൾ ചെയ്യുമ്പോൾ -42°C ഇതിൽ ക്രിസ്റ്റൽ ആയിട്ട് മാറും. ആ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ HNO3 100% പ്യൂർ നൈട്രിക് ആസിഡ്. എഴുതണ്ട, പറഞ്ഞേ. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ് എഴുതാം. പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ് ഹെഡിങ് എഴുതിയ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡിനകത്ത് നമുക്കറിയാം നൈട്രിക് ആസിഡ് ഒരു കളർലെസ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ്. അത് 98% കോൺസെൻട്രേഷനിലുള്ളതാണ് കളർലെസ് എന്ന് പറയുന്നത്. ബട്ട് കൊമേഴ്ഷ്യൽ നൈട്രിക് ആസിഡ് എന്താ ഈസ് എന്താണ്? യെല്ലോയിഷ് ബ്രൗൺ. അടുത്തത് സ്മെല്ല് നമ്മൾ സഫോക്കേറ്റിംഗ് ആണ്, ചുമയുണ്ടാക്കും. അതേപോലെ തന്നെ ടേസ്റ്റ് അസിഡിക് ആണ്, അസിഡിക് ടേസ്റ്റ് അല്ലെ, സോർ ടേസ്റ്റ്. അസിഡിക് ടേസ്റ്റ് സോർ ടേസ്റ്റ് ആണ്. അടുത്തത് ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ. ഹൈഗ്രോസ്കോപ്പിക് and fumes in air. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാം,
വെള്ളമായിട്ട് പെട്ടെന്ന് ഡിസോൾവ് ആവും. അതുകൊണ്ട് അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇത് നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ വറുത്ത ഐറ്റങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ആ കണ്ടെയ്നർ എന്ത് ചെയ്യും, നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വെക്കും. തുറന്ന് അതിനകത്ത് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്, എന്ത് ചെയ്യും, ഓക്സിജൻ കയറിയിട്ട് ഓക്സിഡൈസ് ആവും. ഇവിടെ ഈർപ്പം കയറിയിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്യും. അതിന് ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയും. ഓക്കെ ആണല്ലോ. hence ബാക്കിയാണ് hence the bottle containing nitric acid should always be stopped. അടുത്തത് soluble in water. Soluble in water. Non poisonous, but it has a corrosive action on the skin and cause painful blisters. പൊള്ളൽ ഉണ്ടാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ it stain, അതിന്റെ ബാക്കിയായിട്ട് തന്നെ it stain yellow as it stain skin yellow as it reacts with protein of the skin and forms xanthoprotic acid. ഞാൻ നിർത്താം. എഴുതിക്കോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു ക്ലാസ്സോടെ എന്തായാലും വേണം. ഓക്കെ, പിന്നെ ഞങ്ങൾ എന്നാ പിന്നെ ഇന്നിങ്ങനെ നിർത്താമേ.